അപ്പം ഇനി മണിക്കൂറുകൾ മാത്രം. എന്തിനാണെന്നറിയില്ലേ? ഖത്തറിൻ്റെ മണ്ണിൽ അടിപൊളി ഷോയായിട്ട് ലാലേട്ടനും മമ്മൂക്കായും നേതൃത്വം നൽകുന്ന ഷോയ്ക്ക് ഒരുങ്ങിയാണ്. അതിൻ്റെ റിഹേഴ്സൽ ക്യാമ്പ് തുടങ്ങിയാണ് ഇന്ന്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്റ്റേഡിയത്തിലാണ്. ഈ സ്റ്റേഡിയത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. നെയ്മറും മെസ്സിയും കാൽപന്ത് കൊണ്ട് അമ്മാനമാടി മുത്തമിട്ട സ്റ്റേഡിയം. ഇവിടെയാണ് നമ്മുടെ മമ്മൂക്കായും ലാലേട്ടനും നേതൃത്വമുള്ള സംഘം ഇവിടെ നൃത്ത ചുവടുമായി പാട്ടുമായി സ്കിറ്റുമായി ഈ വേദി കയ്യിലെടുക്കാൻ പോകുന്നത്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് ഈ സ്റ്റേഡിയം. അപ്പോൾ നമ്മളിനി സ്റ്റേഡിയത്തിൻ്റെ അകത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. സ്റ്റേഡിയത്തേക്കകത്തേക്ക് പോയി നമുക്ക് കാണേണ്ട കുറേ കാര്യങ്ങൾ അവിടെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് പോയി കാര്യങ്ങൾ നോക്കി കാണാനുള്ള അവസരത്തിലേക്ക് പോവാണ്. ഇനി നമ്മൾ പോകുന്നത് സ്റ്റേഡിയത്തിൻ്റെ അകത്തേക്ക്. കട്ട് ചെയ്യോ പോട്ടെ. കട്ട് ചെയ്തല്ലേ? ഫ്രണ്ടിയോ കട്ട് ചെയ്തല്ലേ? ഫ്രണ്ടിയോ. അപ്പം സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലാണ് ഇനിയിപ്പോൾ മമ്മൂക്കായും ലാലേട്ടനും എല്ലാവരും എത്തിയിട്ടുള്ള റിഹേഴ്സൽ ആരംഭിക്കാൻ പോകുന്നത്. ആ റിഹേഴ്സലാണ് ഇന്നിവിടെ. നാളെയാണ് ഷോ, ഇന്നിപ്പോൾ റിഹേഴ്സലാണ്. ഇതിൻ്റെ എല്ലാ സെറ്റപ്പും കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരുക്കങ്ങളാണ് കാണേണ്ടത് അല്ലേ? ഈ സ്റ്റേഡിയത്തിൻ്റെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളിപ്പം സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. കട്ട് ചെയ്തല്ലേ? ഫ്രണ്ടിയോ. അപ്പം സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രിയാണ്. ഇവിടെയാണ് ഈ VIP ഒക്കെ വരുന്ന ലോഞ്ച്. ഈ വഴിയാണ് അവർ പാസ് ചെയ്യുന്നത്. ഈ വഴിയാണ് പാസ് ചെയ്ത് പോകുന്നത്. നമുക്ക് നേരെ അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ സ്റ്റേഡിയത്തിലേക്കുള്ള ഒരു എൻട്രി ഇവിടുന്ന് VIP ലോഞ്ചാണ്. പല ഗേറ്റുകളാണുള്ളത്. ഈ സ്റ്റേഡിയത്തിൽ കയറാൻ പല ഗേറ്റുകൾ. നമ്മൾ ഫുട്ബോൾ വേൾഡ് കപ്പ് നടന്നപ്പോൾ ഇതേക്കുറിച്ച് ഡീറ്റെയിൽസായിട്ട് പ്രേക്ഷകർക്ക് കിട്ടിയതാണ്. എങ്കിലും നമ്മുടെ ഇവൻ്റ് നടക്കുമ്പോൾ, നമ്മുടെ സ്വന്തം ഇവൻ്റ് അല്ലേ, നിർമ്മാതാക്കളുടെ സംഘടന നടത്തുന്ന ഒരു ഇവൻ്റാണ്. ആ ഇവൻറ്റിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ സ്റ്റേഡിയത്തിലേക്ക് എങ്ങനെയാണ് കയറുന്നത് എന്നുള്ള ഒരു ഭാഗമാണ് കണ്ടത്. സ്റ്റേഡിയത്തെക്കുറിച്ച് പറയുമ്പോൾ അറിയാം, ലോകകപ്പിൻ്റെ വിസ്മയം തീർത്ത ഒരു സ്റ്റേഡിയമാണ്. ഈ സ്റ്റേഡിയത്തിൻ്റെയാണ് നമ്മൾ കൃത്യമായി കാര്യങ്ങൾ ബോധിപ്പിക്കുന്നത്. ഇനി നേരെ നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്കാണ് കിടക്കുന്നത് കേട്ടോ. സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞ് വേണം. ഇതാണ് നേരെ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറാം. സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലാണിതിപ്പോൾ. ഇതാണ് സ്റ്റേഡിയത്തിൻ്റെ ഉൾഭാഗം. ഇവിടെയാണ് നമ്മൾ നാളെ, ഇനി മണിക്കൂറുകൾ മാത്രം. നമുക്കെന്തായാലും മമ്മൂക്ക വൈകിട്ടെത്തും. മമ്മൂക്ക എത്തിക്കഴിഞ്ഞാൽ ഇവിടെ റിഹേഴ്സൽ ഇവിടെയാണ്. കണ്ടോ ഈ സ്റ്റേഡിയത്തിൻ്റെ ഒരു ഗെറ്റപ്പ് കണ്ടില്ല, ചെയറിങ്ങും. നമുക്ക് ആദ്യം ഈ സ്റ്റേജിനെ കുറിച്ച് ഇന്നലെ നമ്മൾ രഞ്ജിത്തേട്ടൻ പറഞ്ഞിരുന്നു. സ്റ്റേജിൻ്റെ വലിപ്പവും ഏറ്റവും വലിയ LED വാള്, ലോകത്തിൽ തന്നെ ഇത്രയും ഒരു LED വാള് വെച്ചൊരു പരിപാടി ഇല്ല എന്നാണ് പറയുന്നത്. ഇപ്പം ചെക്കിങ് കാര്യങ്ങളും നടക്കുകയാണ്. നമുക്ക് ഈ സ്റ്റേഡിയത്തിൻ്റെ സെറ്റപ്പാണ് നമുക്ക് കാണേണ്ടത്. ഇത് കണ്ടില്ലേ? സ്റ്റേഡിയത്തിൻ്റെ ഭാഗങ്ങൾ നമ്മൾ കാണുകയാണ്. സ്റ്റേഡിയം ഇങ്ങനെ കണ്ടു പോകാം കേട്ടോ. ചെയറുകളൊക്കെ ഇട്ട് ഇങ്ങനെ നിർത്തി. ഇതാണ് സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലെ ഒരു കാഴ്ചയാണ് നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തുന്നത്. ഇനി ഈ കാഴ്ച നേരെ പോകുന്നത് ഇപ്പോൾ സ്റ്റേജിലേക്കാണ്. ഈ സ്റ്റേജിലാണ് നാളെ പ്രോഗ്രാം. അതിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേജിൻ്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ സെറ്റപ്പും ഇവിടെ ഒരുക്കങ്ങൾ നടക്കുന്നു. ഇന്ന് ലൈറ്റ് ഇട്ടുള്ള റിഹേഴ്സലിൽ തന്നെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇത് ആണ് സ്റ്റേഡിയത്തിൻ്റെ ഒരുക്കങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കട്ടി കട്ട് എടുക്കട്ടോ.